കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ. വെറും ഊർജം മാത്രം പ്രദാനം ചെയ്യുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായ കൊഴുപ്പ്, പഞ്ചസാര, മൈദ തുടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ്, അതുപോലെ തന്നെ ബേക്കറി സാധനങ്ങൾ എന്നിവ കഴിക്കുന്നത് കൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതിസമ്മർദ്ദം എന്നിവ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പ്രധാനമാണ് വിറ്റാമിനുകളുടെയും ന്യൂന പോഷകങ്ങളുടെയും അഭാവം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. ഇത് നമുക്ക് ആഹാരത്തിൽ ആവശ്യത്തിന് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഇന്ന് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളിൽ 35% കുഞ്ഞുങ്ങൾക്ക് വിറ്റാമിൻ എയുടെ അഭാവം ഉണ്ടെന്നും അതുപോലെ തന്നെ ഏകദേശം 40% കുഞ്ഞുങ്ങൾക്ക് ഇരുമ്പ് സത്തിന്റെ അഭാവം മൂലമുള്ള അനീമിയ രോഗമുണ്ടെന്നുമാണ് പല പഠനങ്ങളും സർവേകളും സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിൽ പച്ചക്കറികൾ ആവശ്യത്തിന് അടങ്ങിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ഇന്ന് നമുക്ക് ലഭിക്കുന്ന പച്ചക്കറികളിൽ ധാരാളം വിഷം അടങ്ങിയിട്ടുണ്ട് എന്ന് നാം കണ്ടെത്തിയിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വിഷമടങ്ങിയ പച്ചക്കറികൾ ഭീഷണി തന്നെയാണ്. അതുകൊണ്ട് നാം നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വിഷമയമല്ലാത്ത പച്ചക്കറി ഉപയോഗിക്കാൻ ശീലിക്കണം. 1. 2, ഈ പച്ചക്കറികൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇലക്കറികൾ ധാരാളമായി ഉപയോഗിക്കാൻ നാം പഠിക്കണം. കാരണം ഇലക്കറികൾ ഇരുമ്പ് സത്തും അതുപോലെ തന്നെ പല വിറ്റാമിനുകളുടെയും സ്രോതസ്സാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ കൂടുതലും ഫ്ലാറ്റുകളിലൊക്കെ വളരുന്ന കുഞ്ഞുങ്ങൾ വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് ആ കാരണങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് വിറ്റാമിൻ ഡിയുടെ കുറവും അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ കുറവും കണ്ടുവരുന്നുണ്ട്. കാൽസ്യത്തിൻ്റെ കുറവ് മൂലം കുഞ്ഞുങ്ങൾക്ക് എല്ലിൻ്റെ ബലക്കുറവ് വളരെ കൂടുതലായി കാണുന്നതായി നാം മനസ്സിലാക്കുന്നുണ്ട്. ആയതിനാൽ സൂക്ഷ്മ പോഷണ ന്യൂനത തടയുന്നതിനായി വളരെയധികം ബോധവൽക്കരണം ഈ രംഗത്ത് ആവശ്യമുണ്ട്. ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പോഷകാഹാര ഗവേഷണ കേന്ദ്രം നിർമ്മിച്ച ഈ ലഘുചിത്രം സൂക്ഷ്മ പോഷകക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾക്ക് എതിരെ നടത്തുന്ന ഒരു ബോധവൽക്കരണം എന്നുള്ള നിലയിൽ മാതൃകയായി ഉപകാരം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ തന്നെയാ കൂടുതലും പറക്കിയത്. ഞാൻ തന്നെ ജയിക്കും. ആരാ ജയിച്ചേ? ഞാൻ സോജ ഒന്നും പറക്കിയില്ല. ഞാൻ പെറുക്കിയല്ലോ, ദാണ്ടേ. അയ്യോ, സൂക്ഷിച്ച് വീഴും. അയ്യോ മോളെ, അയ്യോ അമ്മായി പറഞ്ഞതല്ലേ സൂക്ഷിക്കണോന്ന്. ഞാൻ കണ്ടില്ല. സോജ ഇത്രയും നേരം കൊണ്ട് ഇത്രയേ പറക്കിയുള്ളൂ. എനിക്ക് കാണാൻ പറ്റിയില്ല. കരയാതെ മോളെ, സന്ധ്യയായി. ഇനി നിങ്ങൾ അകത്ത് കളിച്ചാ മതി. രണ്ടുപേരും ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചേ. അമ്മായി കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാട്ടോ. ആദ്യം സോജ ഒരു കഥ വായിക്കേ, ഞാൻ കേൾക്കാം. എന്നിട്ട് ഞാൻ വായിക്കാം. ആ ശരി. ഒരിടത്ത് ഒരു കുറുക്കനും. എന്തു പറ്റി സോജ? മോള് നന്നായി വായിക്കുന്നതാണല്ലോ. എന്തു പറ്റി മോളെ? നേരെ കാണുന്നില്ല അമ്മായി. ഇനി കാഴ്ചക്കുറവുണ്ടോ എന്തോ? അതാവും അവൾക്ക് മഞ്ചാടിക്കുരു പിറക്കാൻ പറ്റാത്തത്. ആ, നമുക്ക് ഡോക്ടറെ കാണാട്ടോ. ആ, മോൾ കണ്ണും തോർക്ക്. ആ, മതി മതി. സോജയ്ക്ക് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്, നിശാന്തത എന്ന് പറയും. എന്നുവെച്ചാൽ എന്താ ഡോക്ടർ? ഇത് വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ്. അരണ്ട വെളിച്ചത്തിൽ ഒന്നും കാണാൻ പറ്റില്ല. കണ്ണാടി വെച്ചാ മാറും. ഇത് കണ്ണാടി വെച്ചാലൊന്നും മാറില്ല.
പക്ഷേ വിറ്റാമിൻ എ കൂടുതലുള്ള ആഹാരം കഴിച്ചാൽ മാറും. പക്ഷെ സോജ ഒത്തിരി കഴിക്കാറുണ്ടല്ലോ ഡോക്ടർ, എന്നിട്ടും എന്താ കാണാൻ പറ്റാത്തേ? വാ, ഡോക്ടർ അങ്കിൾ പറഞ്ഞു തരാം. നമ്മെ കാണാൻ സഹായിക്കുന്നത് റെറ്റിനയിലെ 2 തരം കോശങ്ങളാണ്, റോഡുകളും കോണുകളും. കോണുകൾ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നു. റോഡുകളിലെ റോഡോപ്സിൻ എന്ന വസ്തുവാണ് അരണ്ട വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്നത്. ഇതിലെ പ്രധാന ഘടകങ്ങൾ വിറ്റാമിൻ എയുടെ ഒരു വകഭേദമായ റെറ്റിനാൽ ആണ്. പിന്നെ ഓപ്സിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രോട്ടീനും. ശരീരത്തിൽ വിറ്റാമിൻ എ കുറയുമ്പോൾ ശരിയായ തോതിൽ റെറ്റിനാൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതെ വരും. ഇതുമൂലം റെറ്റിനയിൽ റോഡോപ്സിന്റെ അളവ് കുറയുന്നു. അങ്ങനെ നിശാന്തത ഉണ്ടാവുന്നു. ഇത് ദീർഘകാലം നിലനിന്നാൽ കാഴ്ചശക്തി തന്നെ നഷ്ടപ്പെട്ടേക്കാം. എന്താ ഡോക്ടർ ഇതിനൊരു പ്രതിവിധി? വിറ്റാമിൻ എ കൂടുതലുള്ള ആഹാരം കഴിക്കണം. മത്സ്യത്തിലും മാംസാഹാരത്തിലും വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ച് കരളിൽ. അതുപോലെ മഞ്ഞ, ഓറഞ്ച് നിറങ്ങളിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കഴിക്കണം. അവയിൽ വിറ്റാമിൻ എ ഉണ്ടാകാൻ സഹായിക്കുന്ന ബീറ്റാ കരോട്ടിൻ ഉണ്ട്. ഈ പറഞ്ഞതൊന്നും അവൾ കഴിക്കാറേയില്ല. സോജ ഇനിയെല്ലാം കഴിച്ചോളൂ. അതെ, എല്ലാം കഴിച്ചേ പറ്റൂ. വിറ്റാമിൻ എയുടെ കുറവ് കൊണ്ട് കണ്ണിന്റെ കാഴ്ച കുറയുമെന്ന് മനസ്സിലായല്ലോ. അതുപോലെ കണ്ണിന്റെ വെള്ളയിൽ നിറവ്യത്യാസവും താമരമുള്ളു പോലുള്ള ചർമ്മരോഗങ്ങളും വരും. എ മാത്രമല്ല, മറ്റെല്ലാ വിറ്റാമിനുകളും ശരീരത്തിന് ആവശ്യമാണ്. അവയുടെ കുറവുകൾ പലതരം അസുഖങ്ങൾ ഉണ്ടാക്കും. വേറെ ഏതാ? വിറ്റാമിൻ ബി ഉണ്ടോ? ഉണ്ടല്ലോ. ബി വിറ്റാമിനുകൾ 12-ലധികമുണ്ട്. ഇവ പച്ചക്കറികളിലും തവിടോടുകൂടിയ ധാന്യങ്ങളിലും നിന്ന് കിട്ടും. തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ബി വിറ്റാമിനുകൾ അത്യാവശ്യമാണ്. ഇവയുടെ കുറവ് നാഡീവ്യൂഹം, തൊലി, ശരീരത്തിനകത്തെ ഊർജ നിർമ്മാണ പ്രക്രിയ എന്നിവയെ ശക്തമായി സ്വാധീനിക്കുകയും ഓർമ്മക്കുറവുണ്ടാക്കുകയും ചെയ്യും. അപ്പോ സി ഉണ്ടോ? ഉണ്ടല്ലോ, സി ഉണ്ടല്ലോ. പുളിരസമുള്ള ചെറിയ നെല്ലിക്ക, നാരങ്ങ, പഴങ്ങൾ, പിന്നെ പേരയ്ക്ക, പച്ചക്കറികൾ എന്നിവയിൽ നിന്നുമാണ് വിറ്റാമിൻ സി കിട്ടുന്നത്. ശരീരം സൂക്ഷിച്ചു വയ്ക്കാത്തതിനാൽ ഇത് എല്ലാ ദിവസവും കഴിക്കണം. വിറ്റാമിൻ സി കുറഞ്ഞാൽ മോണയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാകും. വിറ്റാമിൻ ഡിയോ? പാല്, മുട്ട, നെത്തോലി പോലുള്ള ചെറിയ മത്സ്യം എന്നിവയിൽ വിറ്റാമിൻ ഡി ധാരാളമുണ്ട്. നമ്മുടെ തൊലിക്ക് സൂര്യപ്രകാശത്തിൽ നിന്നും വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഭക്ഷണത്തിൽ നിന്നും കാൽഷ്യം വലിച്ചെടുക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ ഡി ആണ്. ഇതിന്റെ കുറവ് കൊണ്ട് ചിലപ്പോൾ എല്ലുകൾ വളയുകയും ബലക്ഷയമുണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഭാവിയിൽ രക്താതിസമ്മർദ്ദവും ഹൃദ്രോഗവും ഉണ്ടാക്കും. അപ്പോ വൈറ്റമിൻ ഇയോ? ഇയും ഉണ്ടല്ലോ. അണ്ടിപ്പരിപ്പുകൾ, എണ്ണക്കുരുക്കൾ എന്നിവയിൽ നിന്ന് നമുക്ക് വിറ്റാമിൻ ഇ കിട്ടും. വിറ്റാമിൻ ഇ കുറഞ്ഞാൽ തലമുടി കൊഴിയും. ത്വക്കിന്റെ ആരോഗ്യത്തിനും വിറ്റാമിൻ ഇ ആവശ്യമാണ്. ഇതിന്റെ കുറവ് വന്ധ്യതയ്ക്കും കാരണമാകും. എ, സി, ഇ വിറ്റാമിനുകൾ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ആന്റി ഓക്സിഡന്റുകളായും പ്രവർത്തിക്കുന്നു. വിറ്റാമിൻ എഫ്, വിറ്റാമിൻ ജി, വിറ്റാമിൻ എച്ച്. വിറ്റാമിൻ എഫും ജിയും എച്ചും ഒന്നുമില്ല. ഇനി കെ മാത്രമേ ഉള്ളൂ. അയ്യോ, നമ്മള് പറ്റിപ്പോയി. നമ്മുടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വിറ്റാമിൻ കെ ആണ്. നമ്മുടെ കുടലിനകത്തുള്ള ഒരു തരം ബാക്ടീരിയയാണ് വിറ്റാമിൻ കെ ഉൽപ്പാദിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇനി രണ്ടുപേരും മിടുക്കികളായിട്ട് എല്ലാം കഴിക്കണം കേട്ടോ. ഡോക്ടർ, ഈ സോജ ചോദിക്കുന്നു, ഇതൊക്കെ ഗുളികയായി കഴിച്ചാ പോരേന്ന്. പോരാ, ഇവയെല്ലാം പ്രകൃതിദത്തമായ ആഹാര സാധനങ്ങളിലൂടെ ശരീരത്തിൽ എത്തുന്നതാണ് ഉത്തമം, അല്ലാതെ ഗുളികകളിലൂടെ അല്ല. ഒന്ന് കഴിക്കാൻ വയ്യല്ലേ? ഞാൻ കഴിക്കാം. ആ, സോജയെ ഇനി 1 മാസം കഴിഞ്ഞ് കൊണ്ടുവരണം. ശരി ഡോക്ടർ. ശരി മോളെ, ടാറ്റാ. ടാറ്റാ.
അമ്മേ അമ്മേ. എന്ത് പറ്റി അമ്മേ? അമ്മയ്ക്ക് വയ്യ. അമ്മക്ക് ക്ഷീണമുണ്ടോ? അതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല ക്ഷീണം. മുമ്പൊക്കെ ഞാൻ ഒത്തിരി നേരം കളിക്കുമായിരുന്നു. ഇപ്പോ കുറച്ചു നേരം കളിക്കുമ്പോ തന്നെ ഞാൻ തളരും. എന്റെ മോളെ. ചേച്ചി. എന്ത് പറ്റി? ചേച്ചി ചേച്ചി കരയാതെ. കുഞ്ഞമ്മേ കുഞ്ഞമ്മേ. പേടിക്കണ്ട, ഒന്നും സംഭവിച്ചിട്ടില്ല. വീട്ടില് തല കറങ്ങി വീണപ്പോ എല്ലാരും കൂടി ഇവിടെ എത്തിച്ചു, അത്രേ ഉള്ളൂ. ഒന്ന് ശ്വാസം വലിച്ചു വിട്ടെ. ക്ഷീണമുണ്ടോ? നല്ല ക്ഷീണമുണ്ട്. കുറച്ചു നാളായി. നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ നെഞ്ചിടിപ്പോ കിതപ്പോ വല്ലതും ഉണ്ട്. എനിക്കാണെ എപ്പോഴും നെഞ്ചിടിച്ചോണ്ടേയിരിക്കും. ചട്ടമ്പി. നല്ല വിളർച്ചയുണ്ട്, സൂക്ഷിക്കണം. ഗർഭിണിയായിരിക്കുമ്പോ വിളർച്ച വന്നാൽ അത് കുട്ടിയെ ബാധിക്കും. എന്താ ഇങ്ങനെ വരാൻ ഡോക്ടർ? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുമ്പോഴാണ് വിളർച്ച ഉണ്ടാവുന്നത്. അതുപോലെ ഫോളിക് ആസിഡിന്റെയും വിറ്റാമിൻ B12ന്റെയും അംശം കുറഞ്ഞാലും ഇതുണ്ടാവും. ഇനി നീ നല്ല പോലെ ആഹാരം കഴിക്കുകയും ആരോഗ്യം സൂക്ഷിക്കുകയും വേണം. ശരി ചേച്ചി. അതെ, വളരെ സൂക്ഷിക്കണം. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാലം തികയാതെയുള്ള പ്രസവം, പ്രസവ സമയത്തെ അമിത രക്തസ്രാവം, നവജാത ശിശുക്കൾക്ക് വൈകല്യങ്ങൾ, ഭാരക്കുറവ്, പിന്നെ പ്രസവത്തിൽ അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവന് തന്നെ അപകടം ഉണ്ടാവാം. പേടിക്കണ്ട, എല്ലാം ശരിയാവും. ഇരുമ്പ് കൂടുതലുള്ള ആഹാരം ധാരാളം കഴിക്കണം, എങ്കിലേ വിളർച്ച മാറും. അയ്യോ, കുഞ്ഞമ്മ ഇരുമ്പെങ്ങനെയാ കഴിക്കുന്നേ? എന്റെ പല്ല് പോയി. ഇനി വാ ചട്ടമ്പി, ഡോക്ടർ അങ്കിൾ പറഞ്ഞു തരാം. ബാ. നമ്മൾ ശ്വസിക്കുന്നത് എന്താ? വായു, ഓക്സിജൻ. വായുവിലെ ഓക്സിജനെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും എത്തിക്കുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിനാണ്. ഇതിലെ പ്രധാന ഘടകമായ ഇരുമ്പ് ഓക്സിജൻ തന്മാത്രകളെ സ്വീകരിച്ച് അവയെ കോശങ്ങൾക്ക് നൽകാൻ ചുവന്ന രക്താണുക്കളെ പ്രാപ്തരാക്കുന്നു. ഈ ഓക്സിജനെയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും എത്തിച്ച് മെറ്റാബോളിക് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത്. ശരീരകോശങ്ങൾ പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളെ നീക്കം ചെയ്യുന്നതും ചുവന്ന രക്താണുക്കളാണ്. ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുമ്പോൾ ഹീമോഗ്ലോബിനും കുറയും. ഇതിന്റെ ഫലമായി ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓക്സിജൻ എത്തിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ശരീരത്തിലെ എല്ലാ മെറ്റാബോളിക് പ്രവർത്തനങ്ങളും താളം തെറ്റും. അങ്ങനെ ക്ഷീണം ഉണ്ടാവും. അപ്പോ അങ്ങനെയാണ് കുഞ്ഞമ്മയ്ക്ക് ക്ഷീണം വന്നതല്ലേ? അതെ, ഇലക്കറികൾ, പച്ചക്കറി, മാംസാഹാരം എന്നിവയിൽ ഇരുമ്പ് ധാരാളം ഉണ്ട്. മോൾ ഇതെല്ലാം കുഞ്ഞമ്മയ്ക്ക് കൊടുക്കണം. എങ്കിലേ കുഞ്ഞുവാവ വരുമ്പോ നല്ല ആരോഗ്യം ഉണ്ടാവൂ. മനസ്സിലായോ? ഞാനെല്ലാം കഴിക്കും, അതുകൊണ്ടാണ് എനിക്ക് ക്ഷീണമില്ലാത്തത്. ഒന്നും കഴിച്ചില്ലെങ്കിലേ കുഞ്ഞമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും വിളർച്ച വരാം. കുട്ടികളിൽ വിരശല്യം കൊണ്ടും കൗമാരപ്രായമെത്തിയ പെൺകുട്ടികളിൽ മാസമുറയിലൂടെ അമിതമായി രക്തം നഷ്ടപ്പെടുന്നതുകൊണ്ടും മുതിർന്നവരിൽ മറ്റു രോഗലക്ഷണങ്ങൾ കൊണ്ടും അണുബാധ മൂലവും പിന്നെ ജനിതക കാരണങ്ങൾ കൊണ്ടും വിളർച്ചയുണ്ടാകാം. മുലയൂട്ടുന്ന അമ്മമാരിൽ പാൽ കുറയാനും സാധ്യതയുണ്ട്. ശരി, ഇനി കുറച്ചു നേരം ഉറങ്ങിക്കോ. സിസ്റ്റർ, ഒരു ട്രിപ്പ് ഇട്ടേക്കോ. എവിടെ നമ്മുടെ ദീനക്കാരി? വേണ്ട വേണ്ട വേണ്ട, കിടക്ക്. എങ്ങനെയുണ്ട് രമേ? ക്ഷീണം മാറിയോ? കുറവുണ്ട് ചേച്ചി. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. അതിനിടയിൽ ചായ ഇട്ടോ? അതല്ലേ ചേച്ചി നമ്മള് പെണ്ണുങ്ങളുടെ ഒരു ട്രിക്ക്. നിങ്ങൾ വരുമെന്ന് ഞാൻ അങ്ങ് ഊഹിച്ചു. ആ, ചായ കിട്ടിയപ്പോഴാ ഓർത്തത്. ഇന്നലെ ടിവിയിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ചായയും കാപ്പിയും ശരീരത്തിൽ ഇരുമ്പ് വലിച്ചെടുക്കുന്നത് തടയുന്ന വസ്തുക്കളാണെന്നാ ഒരു ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് പ്രധാന ഭക്ഷണത്തിനോടൊപ്പം ചായയും കാപ്പിയൊന്നും കുടിക്കാൻ പാടില്ലാത്രേ. അതെ, ഈ ഇരുമ്പിന്റെ കുറവ് കൊണ്ടാ ഈ ക്ഷീണമൊക്കെ ഉണ്ടാവുന്നേ. അങ്ങനെ തന്നെയാ ഡോക്ടർ പറഞ്ഞത്. പക്ഷെ വിറ്റാമിൻ സി ഇരുമ്പിനെ വലിച്ചെടുക്കാൻ സഹായിക്കും. നമ്മൾ ചെറുപ്പത്തില് ധാരാളം നെല്ലിക്കയൊക്കെ കഴിക്കുമായിരുന്നു.
ഇപ്പൊ ആർക്കും ഇതൊന്നും വേണ്ട. അതെ ചേച്ചി, വിറ്റമിൻ സി ഏറ്റവും കൂടുതലുള്ളത് നെല്ലിക്കയില. പിന്നെ നാരങ്ങ, പേരയ്ക്ക, പുളിഞ്ചിക്ക ഇതെല്ലാം നമുക്ക് പച്ചക്കറി കടയിൽ നിന്ന് കിട്ടുന്നതാ. പണ്ടൊക്കെ നമ്മള് ഈ ഇരുമ്പ് ചട്ടിയിലാ തോരനൊക്കെ വയ്ക്കുന്നേ. ഇപ്പോഴെല്ലാം മാറിപ്പോയെന്നേ. ഞാൻ ഡോളിയെ ഗർഭിണിയായിരുന്നപ്പോ അമ്മ ധാരാളം ചീര കറിവെച്ച് തരുമായിരുന്നു. കൂരവും എള്ളും കൊണ്ട് ഒത്തിരി പലഹാരങ്ങളും അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. ആ, അതുപോലെ തന്നെ മീനും ഇറച്ചിയും പാലും മുട്ടയൊക്കെ ഗർഭിണികൾ കഴിക്കണം. കാരണം മാംസാഹാരത്തിൽ ഇരുമ്പ് ധാരാളം ഉണ്ട്. അമ്മേ, ഈ ഈന്തപ്പഴത്തിലും ശർക്കരയിലും ഇരുമ്പുണ്ട്. എന്നിട്ടാണോ ഇന്നാള് ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ട് നീ കഴിക്കാത്തെ? ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും മാത്രമല്ല, പ്രായപൂർത്തിയായ പെൺകുട്ടികളും ക്ഷീണമോ വിളർച്ചയോ വരാതിരിക്കാൻ ആഹാര കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഗർഭിണികൾക്ക് ഇരുമ്പും ഫോളിക് ആസിഡും കൂടുതൽ ആവശ്യമാണ്. അതുകൊണ്ട് അവ അടങ്ങിയ ഗുളികകൾ കൂടി കഴിക്കണം. ഈ ഗുളികകൾ മുതിർന്ന പെൺകുട്ടികൾക്ക് സ്കൂളിൽ കൊടുക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ആ, തരുന്നുണ്ട്. ദേ ഇത് നോക്കിക്കേ. ഇരുമ്പ് മാത്രമല്ല, ഫോളിക് ആസിഡിന്റെയും വിറ്റാമിൻ B12ന്റെയും കുറവ് കൊണ്ടും വിളർച്ച വരാം. ഇലക്കറികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, റാഗി എന്നിവയിൽ ഇവ ധാരാളമുണ്ട്. ഇതൊക്കെ വായിച്ചാൽ മാത്രം പോരാ മോളെ, കഴിക്കുകയും വേണം. അത് കുഞ്ഞമ്മയ്ക്കും കുഞ്ഞുവാവയ്ക്കുവാ. ദാ ഇതെടുത്തോ ചക്കരക്കുട്ടി. കുഞ്ഞമ്മയ്ക്കും കുഞ്ഞുവാവയ്ക്കും കൂടി 1, ബാക്കി എനിക്ക്. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. രമ കിടന്നോ? ശരി ചേച്ചി. ടാറ്റാ. അമ്മ എല്ലാം കഴിക്കുമ്പോ എനിക്കും ഒത്തിരി ശക്തി കിട്ടും. അപ്പൊ എനിക്ക് ഒത്തിരി നേരം കളിക്കാൻ പറ്റും.